കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർക്കുടി വെളിയത്തുപറമ്പിൽ ഒരു കുന്നിൻ മുകളിലാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ മുനിയറ ഉള്ളത്. ആ കാലഘട്ടത്തിൽ ഇത്രയും വലിയ കല്ലുകൾ എങ്ങനെ ഇവിടെ എത്തിച്ചുവെന്നും എങ്ങനെ സ്ഥാപിച്ചുവെന്നും ഇന്നും വ്യക്തമല്ല. പണ്ടുകാലത്ത് മുനിമാർ ഇവിടെ തപസ് ചെയ്യുകയും പിന്നീട് സമാധി അടയുകയും ചെയ്തുവെന്ന് കരുതപ്പെടുന്ന ഇത്തരം മുനിയറകൾ സംരക്ഷിക്കപ്പെടണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകനായ മുരളിക്കുട്ടമ്പുഴ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രത്തിന്റെ സാക്ഷിയായി ഈ മുനിയറകളെക്കുറിച്ച് പരിസ്ഥിതി പ്രവർത്തകൻ മുരളിക്കുട്ടമ്പുഴയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. കുട്ടമ്പുഴ പഞ്ചായത്തിലെ വെളിയത്തുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ഇപ്പോൾ ഈ മുനിയറ സ്ഥിതി ചെയ്യുന്നത്. കുട്ടമ്പുഴ പഞ്ചായത്തിൽ നിരവധി മുനിയറകളാണ് നാശോന്മുഖമായി കിടക്കുന്നത്. പുരാവസ്തു എന്ന നിലയ്ക്ക് അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ പ്രാദേശിക പഞ്ചായത്തുകളോ സർക്കാരുകളോ ഒക്കെ ഇതിന് വിമുഖത കാണിക്കുകയാണ്. അപ്പോൾ ഈ പ്രാദേശിക തലത്തിൽ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി വനം വകുപ്പ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ ഇത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ്. പിന്നെ മറ്റൊന്ന്, ഈ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം മുനിയറകൾ ധാരാളമായി കാണുന്നുണ്ട്. ഒരു കാലത്ത് മുനിമാർ തപസ് ചെയ്തിരുന്നായിരുന്നു ഇത്തരം മുനിയറകളെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പക്ഷേ മലയുടെ മുകളിലും കാടിനകത്തും വൻ മലകളുടെ മുകളിലുമാണ് മിക്ക മുനിയറകളും ഉള്ളത്. പ്രത്യേകിച്ച് അടകുപാറ എന്ന് പറയുന്ന അപ്പുറത്ത് ഈ പിണവൂർക്കുടിക്കടുത്ത് തന്നെ സ്ഥലത്ത് 10ലധികം മുനിയറകൾ നശിപ്പിക്കപ്പെട്ടതിൽ കിടപ്പുണ്ട്. സാമൂഹ്യ ദ്രോഹികളുടെ ഇടപെടലുകളാണ് അത്തരം മുനിയറകൾ നശിക്കാൻ കാരണം. ഇപ്പോൾ മുനിയറകളെ സംബന്ധിച്ച് പഠിക്കുന്നതിന് ഇപ്പോൾ പുതിയ തലമുറയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പലരും ഇത് പഠന വിധേയമാക്കുന്നുണ്ട്. ഗവേഷണ വിദ്യാർത്ഥികൾക്കും പഠന വിദ്യാർത്ഥികൾക്കും ഒക്കെ വളരെ കൗതുകകരവും ആവേശകരവുമായ സന്ദർഭങ്ങളാണ് ഇത്തരം മുനിയറകൾ ഒരുക്കി കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വെളിയത്തുപറമ്പിലുള്ള ഈ വൻ പാറയുടെ മുകളിലുള്ള മുനിയറ നിർമ്മിക്കപ്പെട്ടതിന് പിന്നിൽ പല തരം കഥകൾ പറയുന്നുണ്ട്. പണ്ട് പറഞ്ഞതുപോലെ മുനിമാർ തപസ് ചെയ്യുന്ന സ്ഥലമാണെന്നും ചില ഭടന്മാർ, അതായത് യുദ്ധ ഭടന്മാർ ഒക്കെ ഒളിത്താവളങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്ന മുനിയറകളെന്നും പറയപ്പെടുന്നുണ്ട്. മുനിയറകളെ സംബന്ധിച്ച് മുനിമാർ ധ്യാനത്തിലിരുന്ന് സമാധിയാകുമ്പോൾ സമാധിയാകുന്ന മുനിമാർ അവിടെ ഇരുന്ന് തന്നെ അഴുകി ദ്രവിച്ച് അത് നശിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ വന്യമൃഗങ്ങളൊക്കെ ആ ഭക്ഷണമാക്കുകയാണ് ശരീരം. അതിനുശേഷം വീണ്ടും അടുത്ത മുനി അവിടെ വന്നിരുന്ന് തപസ് ചെയ്യുകയും അവിടെ ഇരുന്ന് സമാധിയാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വിശ്വാസം. പഴയ കാലങ്ങളിലെ കഥ പറയുമ്പോൾ ഇത്തരം മുനിയറകളെ സംബന്ധിച്ച് വീണ്ടും ഒട്ടേറെ കഥകളുണ്ട്. വൻ മലകളുടെ മുകളിൽ ഈ മനോഹരമായ മുനിയറകൾ 2 മുറികൾ, മൂടക്കല്ല് ഉൾപ്പെടെയുള്ള മുനിയറകൾ ഉണ്ടാക്കുന്നതിന് ഒരു സാങ്കേതിക വിദ്യകളും അന്നില്ലായിരുന്നു. അപ്പോഴും ഈ കാടുകളിലെ ചില സസ്യങ്ങളുടെ ചാറുകൾ ഉപയോഗിച്ച് പിഴിഞ്ഞ് പാറകൾ വൃത്തിയായി കീറി ആണ് ഇത്തരം മുനിയറ നിർമ്മിക്കപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ശാസ്ത്രീയ സാങ്കേതിക വശങ്ങളൊക്കെ പഠന വിധേയമാക്കേണ്ടതുണ്ട്. എന്തായാലും കുട്ടമ്പുഴ പഞ്ചായത്തിലെ നിരവധി മുനിയറകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ മുനിയറകൾ ഉൾപ്പെടെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടത്ര നടപടികൾ ബന്ധപ്പെട്ട വകുപ്പുകൾ സ്വീകരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്.